സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അനുസ്മരണകളിലമ്പുന്ന മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ ആത്മസ്വീകരണ വേദിയായ വേങ്ങരയുടെ പുണ്യഭൂമികയിലേക്ക് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിനായി കേരളക്കരയുടെ രാഷ്ട്രീയ ഭൂമിക ഒഴിഞ്ഞുമറിച്ചുകൊണ്ട് പ്രിയങ്കനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയ യാത്രയാണ് നാട്. പുള്ളാട്ട്, PK ഫിർദൌസ്, അഡ്വക്കേറ്റ് പ്രേംജിത്ത്, ഷക്കീർ KP, റയീസ് പങ്ങിണിക്കാട്ട്, സുലൈഖ മജീദ്, സമീറ പുളിക്കൽ, അസിസാജി കാണങ്ങൽ, ഇസ്മായിൽ പൂങ്ങൽ, സിദ്ദിഖ് PK, EK മുഹമ്മദ് കുട്ടി, മാനു MK, KK അസ്രു, K അർഫാത്ത്, നാസർ പറപ്പൂര്, T മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞു, റഷീദ് കുയിപ്പുറം, VS ബഷീർ മാസ്റ്റർ, K രാധാകൃഷ്ണൻ മാസ്റ്റർ, TV ഇക്ബാൽ, PP ആലിപ്പൂർ, PP അസൻ സാഹിബ്. ബസ് ഓണേഴ്സ് അസോസിയേഷന് വേണ്ടി MC കുഞ്ഞിപ്പ, ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷൻ സ്വദേശി മർഷീദ് അലി നനച്ച VD സതീശൻ അവരുടെ ഡിജിറ്റൽ ആക്ട് വേദി വെച്ച് സമർപ്പിക്കുകയും ചെയ്തു. വനിതകളൊന്നും ഇട്ടോട്ടെ. സ്പായിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിക്ക് നേരെയുണ്ടായ അതിക്രമം കണ്ടില്ല. അതിൽ ആരാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്? കാപ്പ കേസിലെ പ്രതികളാണ്. കോളേജിൽ കയ്യിലെ നഖം വെട്ടുമ്പോ ഒരല്പം കയറിപ്പോയ 2 ആഴ്ച നമുക്കതിന്റെ നീറ്റലാണ്. അവളുടെ ശരീരത്തിന് അകത്തേക്ക് ഈ 12 സെന്റിമീറ്റർ നീളമുള്ള കത്രികയുമായി ജീവിച്ച ഒരു യുവതി അവളുടെ പ്രയാസങ്ങൾ പറഞ്ഞു. അത് ഇവരെ സംബന്ധിച്ച് കോടതിയിൽ പോയി. ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ പലതവണ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, ഒരു പരിഹാരമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി, അവൾക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അവളുടെ വയറിനകത്ത് 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക ഇതുവരെ കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ ആശുപത്രി കൈ മുറിച്ച ഒരു കുഞ്ഞിന്റെ കാര്യം നമുക്കറിയില്ലേ? പാലക്കാട് വിനോദിനി എന്ന് പറയുന്ന ചികിത്സാ പിഴവിലൂടെ കൈ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി കൈ വെച്ചു കൊടുക്കാനുണ്ടായിരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനാണ് ആ കുട്ടിക്ക് കൃത്രിമ കൈവെക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയത്.
ആരോഗ്യ മേഖലയിൽ ഒരു സൗകര്യമില്ല. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ദീർഘമായിട്ട് കിടക്കുന്നില്ല. ഈ ഗവൺമെന്റ് ഇനി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ മാത്രമാണ്. നമ്മൾ കാണുന്ന മുഴുവൻ ആളുകൾ പറയുന്നത് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകാൻ പാടില്ല. CPM-ന്റെ അകത്തെ ആളുകൾ തന്നെ, CPM-ന്റെ എഴുത്തുകാരായിട്ടുള്ള സച്ചിദാനന്ദനെ പോലെയുള്ള കവികൾ, എന്താണ് അദ്ദേഹം ഒരു വാർത്തയുണ്ടല്ലോ, അവിടുത്തെ CPM-ന്റെ പഴയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഒഴുക്കി ഉണ്ടാക്കിയെടുത്ത ഫണ്ട് അത് അവിടുത്തെ ജയിച്ചു വന്ന MLA എന്തിനു വേണ്ടിയാണ് ആ പുസ്തകം എഴുതിയത്? ആ പുസ്തകം എഴുതിയത് CPM രക്തസാക്ഷി. ആ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ആ പണത്തിന്റെ കണക്ക് പറയണമെന്ന് പറയുമ്പോൾ CPM നേതാക്കന്മാർക്ക് മടിയാണ്. അഴിമതി നടക്കുന്നു. അതുകൊണ്ട് വികസനത്തെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത, ഭാവിയെ കുറിച്ച് പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിയാത്ത CPM-നാകെ വേണ്ടത് ഇപ്പൊ വർഗീയത പറഞ്ഞ്, അതുപോലെ RSS-നെ പോലും ലജ്ജിപ്പിക്കുന്ന വർഗീയതയുടെ തുറുപ്പ് ചീട്ടുമായി കടന്നു വരുന്ന CPM-നെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുക എന്നുള്ള നെക്സ്റ്റ് ജനറൽ ഇലക്ഷൻ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് വേങ്ങരയിലും ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവരും ആശംസിച്ചുകൊണ്ട് ഇനിയും വളരെ പ്രമുഖ നേതാക്കൾ നമ്മോട് സംസാരിക്കാൻ എൻ്റെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സദസ്സിൽ ഒരു അടങ്ങി സൈഡിലേക്ക്. കേരളത്തിന്റെ നായകൻ, പ്രിയങ്കരനായ കേരളത്തിന്റെ നേതാവ്, അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ പോവുകയാണ്. ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ഇവിടെ പറയുന്നില്ല. എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷേ ജീപ്പില് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം സാക്ഷാത്കരിക്കാനാണ് നമ്മൾ ഈ പോരാട്ടത്തിൽ, ഈ മഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമുക്കൊരു പുതുയുഗം അതിവര് തകർത്ത് തരിപ്പ കേരളത്തെ ചവിട്ടിത്താഴ്ത്തി. അടുത്ത മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് മുൻപേ കൃത്യമായ പരിപാടികളുമായി മുന്നോട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? അതാണ് ശരി, അക്ഷരാർത്ഥത്തിൽ അതാണ് ശരി. പക്ഷെ നമ്മൾ ഇപ്പോൾ പ്രതിപക്ഷം മാത്രമാണോ? അല്ല. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് അധികാരത്തിലേക്ക് വരേണ്ട ഒരു മുന്നണി കൂടിയാണ് UDF. എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തിനെ നമുക്ക് പുനർജനിപ്പിക്കണം. എവിടെയെല്ലാമാണ് ഇവര് തകർത്ത് തരിപ്പണമാക്കിയത് അവിടെയെല്ലാം നമുക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാം. ഈ ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. മികച്ച ഫിനാൻസ് മാനേജ്മെന്റിലൂടെ, തന്ത്രപൂർവമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ, ഖജനാവിന്റെ ചോർച്ച അടച്ചുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന് ഉത്തേജക ഔഷധം കൊടുത്ത് നമ്മൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരായ രീതിയിൽ കെട്ടിപ്പടുക്കും. ഖജനാവിൽ നമ്മൾ പണം നിറയ്ക്കും. അതാണ് സർക്കാരിന്റെ ജോലി. പണം നിറഞ്ഞാൽ സാധാരണക്കാരനെ, ഇടത്തരക്കാരനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ CPM. ചേട്ടൻ ബാവ ഡൽഹിയിൽ ചെയ്യുന്നത് പോലെ തന്നെ അനിയൻ ബാവ തിരുവനന്തപുരത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം എന്തായിരുന്നു? ന്യൂനപക്ഷ പ്രേമമായിരുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഇസ്രായേൽ പാലസ്തീനിലെ യുദ്ധത്തെ കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച്, ന്യൂനപക്ഷങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച്. അത് കാപട്യമാണെന്ന് ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി, അവർ വോട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി. നിങ്ങൾ അറിയണം, തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഈ മലപ്പുറം ജില്ലക്കെതിരായി ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹമാണ് തുടക്കമിട്ടത്, അദ്ദേഹമാണ് തിരികൊളുത്തിയത്. പിന്നെ കിങ്കരന്മാരുടെ വരവായി AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ
സജി ചെറിയാൻ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. എന്താ? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം, പച്ചയ്ക്ക് വർഗീയത പറയാണ്. നിങ്ങളത് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണിത്? തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴും 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ കുറച്ചാളുകൂടി ഉണ്ടാവും. പിന്നെ ഓർമ്മയാവും ഇല്ലേ? പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാകും. അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നതിന് പാര വയ്ക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. ഒരാളും വർഗീയത പറയണം. വർഗീയത പറയാൻ വരുന്നവരെ നമ്മൾ നേരിടേണ്ടത് തോളോട് തോളൊരുമി നമ്മൾ ഒരുമിച്ച് നിന്ന് കാണിക്കണം. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരാളും വരണ്ട എന്ന് പറയണം. ഞാൻ കരുതുന്നത് UDFന്റെ ഈ ഉറച്ച നിലപാട്, മതേതര കേരളം, ഇരു കൈകളും നീട്ടി കോടി തെരഞ്ഞെടുപ്പിൽ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ പരീക്ഷിക്കരുത്. എന്താ സംഭവിച്ചത്? അവരെല്ലാം ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDFനോട്ട്. അപ്പോഴാണ് നമ്മുടെ മനുസഖാവ് ഇടുക്കി പറഞ്ഞത്, കൊള്ളരുതാത്തവന്മാർ, നമ്മുടെ കാശും മേടിച്ചവന്മാർ പോയി പുട്ടടിച്ചത്. എന്റെ മനുസഖാവെ, അവർ കൊള്ളരുതാത്തവരല്ല, അവർ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ഈ 2 മാസത്തെ പെൻഷൻ LDF തരുള്ളൂ, അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് UDF ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാം. അപ്പൊ ഇവര് നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അവര് കേരളത്തെ, ഞാൻ പറയാനിട്ടാണ്, ഓരോ കാര്യം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഒരു കാര്യത്തിൽ 1ാം സ്ഥാനമുണ്ട്. എന്തിനാണ്? കേരളം 11 മാസമായിട്ട്. അത് പിണറായി വിജയൻ വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല. ഒരു സംസ്ഥാനം 1ാം സ്ഥാനം. എന്താണ്? മാർക്കറ്റിൽ ഇടപെടുന്നില്ല, സപ്ലൈകോ പൂട്ടാറായി. ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിസഭ ഇരിക്കുന്ന